വാഗമൺ ട്രിപ്പ് പകുതി പറഞ്ഞു വെച്ചിട്ട് ഞാൻ പോയതാണ്. പിന്നീട് വീഡിയോ ഇടാൻ സമയം കിട്ടിയില്ല. അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. മല കയറി തുടങ്ങി എന്നുള്ളതിൻ്റെ ആ ഒരു സൂചനയാണ് കേട്ടത്. എൻ്റെ രണ്ട് കാതും ഇങ്ങനെ ഊതി അടച്ച് ഞാനിങ്ങനെ ഇയർ ക്യാപ്പൊക്കെ വെച്ചാണ് പോണത്. എന്നാലും നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ കാര്യമാക്കൂല. കാരണം നമ്മുടെ ലക്ഷ്യം വേറെയാണല്ലോ. അപ്പോൾ പോണ വഴിക്ക് കാണുന്ന ആദ്യ വെള്ളച്ചാട്ടമാണ്. ഭയങ്കര തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് നമ്മൾ എന്തായാലും അവിടെ ഇറങ്ങാനൊന്നും മെനക്കെട്ടില്ല. പിന്നെ കുറച്ചും കൂടെ പോയപ്പോഴേക്ക് പിന്നെ ഡ്രൈവറിന് റെസ്റ്റ് വേണമല്ലോ. അങ്ങനെ അവിടെ കുറച്ച് നേരം വണ്ടി ഒതുക്കി നിർത്തിയിരുന്ന് ഭയങ്കര വൈബ് ഇവിടെ തൊട്ട് തുടങ്ങുകയാണ്. ഇവിടെ തൊട്ട് കുറച്ചൊന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഇത്രയും സമയം കേശു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നും കണ്ടില്ലല്ലോ ഒന്ന്. പിന്നെ പുതിയ ട്രൈപോഡ് വാങ്ങിച്ചതിൻ്റെ ആഘോഷമാണ്. ആ ട്രൈപോഡ് എന്നല്ല, സെൽഫി സ്റ്റിക്കായിരുന്നു. അപ്പോൾ അത് ഏകദേശം മാങ്ങ പറിക്കാനുള്ള അത്രയും നീളം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ വെച്ച് ഞങ്ങൾ അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അമ്മ വെളിയിറങ്ങിയില്ല, അമ്മ കാറിനകത്ത് തന്നെ ഇരിപ്പാണ്. അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് വീഡിയോ ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. കേശുവിന് നിൽക്കാൻ വയ്യ, മോന്തായിരിക്കണ കണ്ടില്ലേ. എടാ വന്ന് ഒരു ഫോട്ടോ എടുക്കാൻ നില്ലടാന്ന് പറഞ്ഞാൽ അവൻ ഓടി അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. അങ്ങനെ കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുത്തിട്ട് ഇതെല്ലാവരും തിരിച്ച് കാറിലോട്ട് കയറുകയാണേ. കേശുവിൻ്റെ ബാക്കിലാണ് ഇരുത്തിയിരുന്നത്. കുറച്ച് സമയം ഫ്രണ്ടിലാക്കും, പിന്നെ ഫുൾ ടൈമും കേശു ബാക്കിൽ തന്നെയായിരുന്നു. അങ്ങനെ തിരിച്ച് കയറുകയാണ്. കുറേ ബാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഓടി കയറാനൊന്നും പറ്റില്ല. കുറച്ച് കയ്യിൽ വെച്ചിരിക്കേണ്ട ബാഗുണ്ട്, ബാക്കിലിരിക്കേണ്ട ബാഗുണ്ട്. ഒറ്റ ദിവസത്തെ ട്രിപ്പാണ്. നമ്മൾ കൊണ്ടുപോയ പാണ്ടക്കെട്ട് കണ്ടാൽ 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. പിന്നെ ഈ പറയും പോലെ സ്വന്തം കാറിൽ സ്വന്തമായിട്ട് ഓടിച്ച് പോണ ആദ്യത്തെ ഒരു ലോങ് ട്രിപ്പും കൂടെയാണ് ഇത്. അങ്ങനെ തേയിലത്തോട്ടം കണ്ടു തുടങ്ങിയപ്പോൾ അയ്യോ എന്ത് സമാധാനം. പിന്നെ ഇവിടുത്തെ ഈ പശുവിനെ ഒന്നും കെട്ടിയിടണം കണ്ടിട്ടില്ല. കെട്ടിയിടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് കഴുത്തില്ലെങ്കിൽ ആ ഒരു കെട്ടപ്പാണ്ടമൊക്കെ വേണ്ട, ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ പട്ടി പോവില്ലേ, പക്ഷെ പട്ടികൾ അധികം കണ്ടില്ല ഇങ്ങോട്ട് വന്നപ്പോൾ. ഇവിടെ എങ്ങും പട്ടിയില്ലേന്ന് അറിഞ്ഞൂടാ. അത്രയും പട്ടിക്ക് പകരം പശുവാണ് റോഡിൽ കൂടെ. നല്ല ഇണക്കമുണ്ട് ആൾക്കാരുമായിട്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മഞ്ഞക്കൊത്തി ദൂരത്ത് ഇങ്ങനെ കുറച്ച് മഞ്ഞ് കണ്ടു തുടങ്ങിയപ്പോഴേ ഉള്ളിൽ തന്നെ ഒരു കുളിര് പോലെയായിരുന്നു, ഒരു സമാധാനം പോലെ. ഇത് കാണാനും ആസ്വദിക്കാനും ആണല്ലോ വരണത്. വേറെ എങ്ങോട്ട് ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാലും അതിനേക്കാളും എനിക്ക് ട്രിപ്പ് പോകുമ്പോഴേക്ക് നല്ല തേയിലത്തോട്ടം കാണണം, നല്ല മഞ്ഞ് കാണണം. ഈ കൊടൈക്കനാലും ഊട്ടിയിലും പോകണമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇങ്ങോട്ട് ഇടുക്കിയിലോട്ട് വരാനാണ്. നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ കാണാമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പുതിയ സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചതിൻ്റെ അഹങ്കാരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും ദൂരത്തോട്ട് വേണമെങ്കിൽ അത് നീട്ടാൻ പറ്റും. പോയി ഏലപ്പാറ എത്തി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു ജംഗ്ഷനായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് സമയം വീണ്ടും അവിടെ ഒന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ. പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്താണ് നമ്മുടെ താമസമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് എല്ലാം ഏർപ്പാടാക്കിയത്. പുള്ളിക്കാരനും ഇവിടെ ഉള്ളതാണ്, ഈ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ ഉള്ളതാണ്. നമ്മുടെ ഒപ്റ്റിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിർത്തി നമ്മൾ വെള്ളമൊക്കെ വാങ്ങിയിട്ട് വീണ്ടും നമ്മുടെ സൂപ്പറായിട്ടുള്ള യാത്ര തുടരുകയാണ്. ഭയങ്കര രസമാണ്. ഈ പറയും പോലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ, വയനാടൊക്കെ പോയ സമയത്ത് ഇത്രയും ഭംഗിയേ ഇല്ലായിരുന്നു കേട്ടോ. തേയിലത്തോട്ടമൊക്കെ അവരിങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാതെയൊക്കെ ഇട്ടേക്കും പോലെയായിരുന്നു. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ചെറിയൊരു തണുപ്പേ ഉള്ളൂ കേട്ടോ, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തണുപ്പേ ഇപ്പോഴുള്ളൂ. മഞ്ഞൊന്നും അധികമൊന്നും ഇല്ല. ദൈവമേ, മഞ്ഞൊന്നും കാണൂലേ എന്തോന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ മഞ്ഞ് ആസ്വദിക്കാനാണ് വന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞ പുതിയൊരു അറിവായിരുന്നു. ഫേസ്ബുക്ക് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ കാര്യം അറിയണത് പോലും. നമ്മൾ 7 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം, അതായത് മെയ് 23-നാണ് നമ്മൾ വാഗമൺ വന്നത്. നമ്മൾ അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഈ മെമ്മറീസ് എന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ വരുമല്ലോ, അപ്പോഴാണ് ഈശ്വര, അപ്പം ഈ ദിവസവും ഇന്നിവിടെ നിൽക്കണമെന്നുള്ളതായിരിക്കും ദൈവവിധി. അങ്ങനെ വന്ന പാടെ പൊതിച്ചോറൊക്കെ കൊണ്ടാണ് നമ്മൾ വന്നത്. ഈ കപ്പിൾ പൂൾ വില്ല, വാഗ ബ്രീസ കപ്പിൾ പൂൾ വില്ല റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത്. അങ്ങനെ അതിനെ ബാക്ക്ഗ്രൗണ്ടാക്കിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡ് നമ്മൾ പൊതിച്ചോറ് കൊണ്ടുപോയി. അയ്യോ, എനിക്കാണെങ്കിൽ പൊതിച്ചോറ് കഴിച്ചോളാൻ വയ്യിരുന്ന്.
ആ രാവിലെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചതല്ലേ ആ വാടിയ വാഴയിലെ മണവും, ഓ എൻ്റെ പൊന്നോ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. രമ്യ ചേച്ചി അവിടെ നിന്ന് ചിക്കൻ ഫ്രൈയും കൂടിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങുമല്ലോ, അങ്ങനെ നടക്കാനിറങ്ങി നമ്മൾ താമസിക്കുന്നതിൻ്റെ അപ്പുറത്തെ പിന്നെ ഈ കാണുന്നത് അവിടുത്തെ അഡ്വഞ്ചർ പാർക്കാണ്. ഒത്തിരി ദൂരെയാണ്, നമ്മളിങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കുന്നേ ഉള്ളൂ. അവിടെ നിൽക്കുമ്പോൾ അത് കാണാൻ പറ്റും. അങ്ങനെ അപ്പുറത്തോട്ടുള്ള മലയിലാണ് അത് കാണുന്നത്. അപ്പം നമ്മൾ നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് കുറേ പേരയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതിൽ 1-2 ചെറിയ പേരയ്ക്ക്, കുഞ്ഞ പേരയ്ക്ക് നിൽപ്പുണ്ട്. അതൊന്നും ആയില്ല. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗത്ത് 65 ഏക്കർ രജനീകാന്തിൻ്റെതാണെന്ന് പിന്നീടാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഓണറാണ് പറഞ്ഞത് അവിടെ കാണുന്ന 65 ഏക്കർ രജനീകാന്തിൻ്റെതാണ്, അവിടെ എന്തോ റിസോർട്ടോ കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. പിന്നെ അതിനപ്പുറത്തുള്ളത് മോഹൻലാലിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന്. അങ്ങനെ കുറച്ച് സമയം നിന്നിട്ട് അവർക്ക് പൂളിൽ ഇറങ്ങണം. ഇതാണല്ലോ അടുത്ത പ്ലാന്. കേശുക്കുട്ടൻ അന്ന് വയനാട് ട്രിപ്പിൻ്റെ ഓർമ്മയല്ല, ട്രോമ ഇപ്പോഴും ഉള്ളതുകൊണ്ട് കേശുക്കുട്ട അധികം അങ്ങോട്ട് ഇറങ്ങൂല. ഇങ്ങനെയൊക്കെ ഒന്ന് അവൻ സേഫ്റ്റി നോക്കിയേ ഇറങ്ങുള്ളൂ. അനന്തക്കുട്ട ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈയൽ വിറയ്ക്കും പോലെ വിറക്കിയിരുന്നു. വെള്ളം ഭയങ്കര തണുപ്പ് കേട്ടോ, ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. അങ്ങനെ അത് തന്നെ 3 ബോളൊക്കെ അവരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം സ്വിമ്മിങ് പൂളാണെങ്കിലും ചെറിയൊരു സെറ്റപ്പാണ് കേട്ടോ. സ്വിമ്മിങ് പൂളിൻ്റെ അത്യാവശ്യം ആഴമൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു സെറ്റപ്പേ ഉള്ളൂ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാല് ആ വെള്ളത്തിലിട്ടിട്ടപ്പോൾ തന്നെ അയ്യോ ഭയങ്കര തണുപ്പ്. അപ്പോഴേക്കും നന്ദുവും വന്ന്, ഞാൻ കാല് മാത്രം വെള്ളത്തിലോട്ടൊന്ന് മുക്കി വെറുതെ ഇരുന്നതേ ഉള്ളൂ. യവന്മാരൊക്കെ അതിൽ കിടന്ന് കളിച്ച് മറിയായിരുന്നേ. വെള്ളം എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ആകെ മുങ്ങിയ കുളിരൂലെന്ന് പറയണതൊക്കെ എന്ത് സത്യമാണെന്ന് തോന്നിപ്പോവും. കുറേ സമയം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആ തണുപ്പ് പതിയെ അങ്ങ് മാറും പോലെ ആയിരുന്നു. കേശുക്കുട്ട ആദ്യം ഇതുപോലെ ഇങ്ങനെ ചാടിയൊക്കെ അവനെന്തോ ഭയങ്കര അതൊരു ഇതായി പോയിട്ട് ആളങ്ങ് മുങ്ങിപ്പോയതായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു മഞ്ഞൊക്കെ, പക്ഷേ ഇവിടുത്തെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിന്ന് വയനാട് ട്രിപ്പ് പോയ സമയത്ത് അവിടുത്തെ പൂളിൽ നമുക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഫ്രണ്ടിലും മലയും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അവർ ഫുള്ള് എന്താ ഓപ്പൺ പൂളല്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊക്കെ ഇറങ്ങിയാലും കുറച്ച് കുഴപ്പമില്ല. എന്നാലും നമ്മളൊന്നും ഇറങ്ങാൻ മെനക്കിട്ടില്ല. കേശുക്കുട്ട അവിടെ പോയിരിക്കും, അവിടെ നിന്ന് അങ്ങനെ കളിക്കും, തിരിച്ച് ഇവിടെ വരും. അങ്ങനെയൊക്കെ കേശുക്കുട്ട കളിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇനി ഇതിലെ കളിയും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോയത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ട്രിപ്പിൽ ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഓടി നടന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അങ്ങനെ പോയിട്ടുള്ള സ്ഥലവുമാണ്. അതുമല്ല, നമ്മൾ അങ്ങനെ പോകുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ടയർഡ് ആവും കേട്ടോ. കുറേ സ്ഥലം എത്തുമ്പോഴേക്ക് കുറച്ചുപേർ ഇറങ്ങൂല, അയ്യോ വയ്യാന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് നമുക്ക് ഇങ്ങനെ ഒരുപാട് അലച്ചിൽ ഒഴിവാക്കിയിട്ട് 1-2 സ്ഥലങ്ങൾ മാത്രം കണ്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനാണല്ലോ പോയത്. ഒന്ന് റിലാക്സ് ചെയ്ത് അവിടെ ഒന്ന് നിൽക്കണം എന്നായിരുന്നു നമ്മുടെ തീരുമാനം. അതെന്തായാലും പക്ക തീരുമാനമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരമായി 5:30 മണി വരെയാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ് ഞങ്ങളൊരു 2:30-2:45 ആയപ്പോഴാണ് പൈൻ ഫോറസ്റ്റിലോട്ട് വന്നത്. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഈ വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റിൻ്റെ ഭയങ്കര വൃത്തിയാണ്. കൊടൈക്കനാൽ പോയപ്പോഴേക്ക് അയ്യോ അവിടുത്തെ പൈൻ ഫോറസ്റ്റ് എൻ്റെ ദൈവമേ വൃത്തിയെന്ന് പറയണതില്ല. നമുക്ക് അതിൻ്റെ ഇടയിലൂടെ നടന്ന് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയും ഈ കുതിരകളെ കൊണ്ട് കെട്ടി അതിൻ്റെ കാഷ്ടവും ഒന്നും പറയണ്ട, ഒരു വൃത്തിയില്ല. പക്ഷെ ഇത് കണ്ട ഇവിടെ ഭയങ്കര വൃത്തിയാണ്. അങ്ങനെ എല്ലാവരും ഞാൻ മുകളിലോട്ട് കയറണില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും പിള്ളേരും ചേട്ടനൊക്കെ മുകളിൽ കയറിപ്പോയി. നോക്കിയപ്പോഴുണ്ട് എല്ലാവരും അങ്ങ് മേളിൽ അങ്ങ് അറ്റം പോയിട്ട് അവിടെ എന്തോ വ്യൂ പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ട് കേട്ടോ, കയറാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. എന്നിട്ടും അവർ കയറിയപ്പോഴേക്കും ഞാനും കയറി. അങ്ങനെ കയറി അങ്ങ് മേളറ്റം വരെ എത്തി. മേളിലെത്തിയപ്പോഴുണ്ട് അവിടെ ഒരു കുന്തവും ഇല്ല കേട്ടോ. അതായത് ചെറിയൊരു വീട്, ഒരു വ്യൂ പോയിന്റും അല്ല. ആൾക്കാർ ഇവിടെ എന്തോ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാണ് ഈ കയറി വരണം. അതൊന്നുമില്ല, ചുമ്മാ മേളിൽ കയറി അവിടെ നിന്നും കൊണ്ട് താഴേക്ക് പൈൻ ഫോറസ്റ്റിലോട്ട് ഒന്ന് നോക്കി നിൽക്കാം. അങ്ങനെ കയറിയപ്പോൾ എനിക്കിത് അവിടെ നിന്ന് കുറേ ലെമൺ ഗ്രാസ് കിട്ടി. നമ്മുടെ പുൽത്തൈലം ഉണ്ടാക്കുന്ന ആ ഒരു ചെടി ഉണ്ടല്ലോ, ഇത് ഇവിടെ ഇടുക്കിയിൽ പോകുമ്പോൾ അവിടെ സർവ്വസാധാരണമാണ്. അപ്പോൾ ഭയങ്കര മണമാണല്ലേ. ഞാനാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫാനാണ് പുൽത്തൈലത്തിൻ്റെ. വീട്ടിൽ പുൽത്തൈലം കാണും. അങ്ങനെ ഞാൻ കിട്ടിയത് കുറച്ച് അവിടെ നിന്ന് അതിനെ ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. അതിനെ പറിച്ചെടുത്തും കൊണ്ട് ഇനി നേരെ താഴോട്ട് വന്ന പോലെ തന്നെ താഴോട്ട് ഇറങ്ങുകയാണ്.
അങ്ങോട്ടും പോകുന്നതോറും അവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടല്ലോ. അപ്പോൾ കേശുവിന് ഇതുപോലെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര അവന് സൂം ചെയ്യണം, അതുകൊണ്ട് ബൈനോക്കുലർ വേണമെന്നും പറഞ്ഞ് അങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് അങ്ങനെ ആ ഒരെണ്ണം വാങ്ങിച്ച്. ഇപ്പോൾ സമയം 3 മണിയാണേ. നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 5:30-6 മണി ആയതുപോലെ നോക്കിയപ്പോഴുണ്ട് ദൂരെ നിന്ന് കോട വരണ്ട്. നമ്മളയ്യോ കോട വന്നാൽ മതി എന്നുള്ള ഇതിലാണ് നിന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് കോട അങ്ങ് ദൂരെ നിന്ന് വരണം കണ്ടപ്പോഴേ ഒരു സമാധാനം കേട്ടാ. അമ്മ ഒരിടത്തും ഇറങ്ങിയില്ല, അമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അമ്മ അങ്ങനെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. നമുക്കിവിടെ വണ്ടിയിൽ വരേണ്ട കാര്യമില്ല, നമ്മൾ താമസിക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ നടന്ന് വരാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം അമ്മേനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് വരാനോ ആദ്യം അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. പിന്നെ ഒരു മടിയായതുകൊണ്ട് അമ്മയും കൊണ്ടുവന്നതാണ്. അവിടെ നിന്ന് നമ്മളൊരു ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ, ചോക്കോബാർ. നമുക്കിതൊരു ഈ തണുപ്പത്ത് ഐസ്ക്രീം കുടിക്കണം. അപ്പം നമ്മൾ എവിടെ ഈ തണുപ്പത്ത് പോയാലും നമ്മൾ അപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കും. ചൂടത്ത് ഐസ്ക്രീം കുടിക്കണേക്കാളും ഭയങ്കര രസമാണ് തണുപ്പത്ത്, നല്ല കട്ട തണുപ്പത്ത് ഐസ്ക്രീം കുടിച്ച് നോക്കണം. അങ്ങനെ നമ്മളെല്ലാവരും വന്നിരുന്നിട്ട് ചോക്കോബാർ കഴിക്കുകയാണ്. അമ്മയും ഇതിൻ്റെ ആളാണ് കേട്ടോ, അമ്മയ്ക്ക് ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനാണെങ്കിൽ അങ്ങനെ കഴിക്കൂല. അങ്ങനെ നമ്മൾ ചോക്കോബാറും എടുത്തും കൊണ്ട് ആ കോട വരണമുണ്ടല്ലോ, ആ കോടയൊക്കെ നോക്കി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ മഴ ആയതുകൊണ്ടാണ് അകത്തിരിക്കണതേ. അങ്ങനെ ചേട്ടനാണെങ്കിൽ കാർ എങ്ങനെ ഒതുക്കിയിട്ടാലും മതിയാവില്ല. കണ്ട കാറിൽ നോക്കി വരണേണ്ട. വണ്ടി ഒതുക്കാൻ നിന്ന മണിക്കൂർ കണക്ക് എടുക്കും ഈ മനുഷ്യനാണെങ്കിലും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ കോടയൊക്കെ പോയപ്പോഴേക്കും നമ്മളിതാ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. നല്ല രസം കേട്ടോ, അയ്യോ പറയാൻ വയ്യ. നമ്മൾ അന്ന് വന്നതിൻ്റെക്കാളും അടിപൊളിയായിട്ട് തോന്നി. അന്ന് വന്നപ്പോഴേക്കും പിന്നെ കുറച്ചും കൂടെ വ്യൂ ഉണ്ടായിരുന്നു. തൊട്ട് ഫ്രണ്ടിൽ വലിയൊരു മലയായിരുന്നേ. ഇതിപ്പോൾ നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ അങ്ങനെ മലയും കാര്യങ്ങളൊന്നുമില്ല. ആ സൈഡിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതേതോ ഡെൻ്റൽ കോളേജിൻ്റെ അങ്ങനെ എന്തിൻ്റെ ഹോസ്റ്റലോ കാര്യങ്ങളോ എന്തൊക്കെയോ ആണ്. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ ഒന്ന് സമാധാനമായിട്ടൊന്ന് റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ഇനി ഒരിടത്തും ഇല്ല കേട്ടോ, ഒരിടത്തും പോക്കില്ല. കഴിഞ്ഞതിന് വന്നപ്പോൾ നമ്മൾ ഓഫ് റോഡും അവിടെ എവിടെയൊക്കെ പോയി. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലിയൊരു ഇതാണ്. അപ്പോൾ ചേട്ടൻ അതാണ് നോക്കിക്കൊണ്ട് നിൽക്കണത്. നമ്മൾ താമസിക്കുന്നേക്കാളും കുറച്ചും കൂടെ വലിയ ഒരു സ്പേസ് അതിനുണ്ട്. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുറച്ച് അങ്ങോട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ നിൽക്കുന്നതിൻ്റെ പുറകിലത്തെ പ്രോപ്പർട്ടിയാണ് രജനീകാന്തിൻ്റെ എന്ന് പറയണത്. കേശുക്കൂട്ടം സൂം ചെയ്ത് നോക്കിയിട്ട് അങ്ങുള്ളത് വരെ കാണാൻ പറ്റുന്നുണ്ട്. അമ്മ അടിപൊളി എന്നൊക്കെ പറയണം. ഒരു കുന്തവും ഇല്ല, അതിലങ്ങനെ വലിയ സൂമിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുമ്മാ ഈ നടക്കൽ തന്നെ കേട്ടോ. കുറച്ചും കൂടെ അപ്പുറത്തോട്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ തേയിലത്തോട്ടം വ്യൂ കിട്ടുമായിരുന്നതാണ്ടല്ലോ. ഇതൊക്കെയാണെന്ന് ഇവിടുത്തെ ഇത്രയുമാണ് പുള്ളിക്കാരൻ്റെ രജനീകാന്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നത്. ഞാനാണെങ്കിൽ ഇതിൻ്റെ ഈ ടൂറ് പോണത് പ്രമാണിച്ച് വാങ്ങിച്ച സെൽഫി സ്റ്റിക്കാണ്. അപ്പം ഞാൻ അത് വെച്ചുള്ള ഒരു മേളമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരെയും ഒറ്റ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആ കാണുന്നതെല്ലാം റിസോർട്ടും കാര്യങ്ങളെല്ലാം സ്റ്റേക്കേഷൻ തന്നെയാണ്. പിന്നെ തൊട്ട് പുറകിലോട്ടൊക്കെ വീടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അത് രണ്ടും നമുക്ക് വീടായിട്ടാണ് തോന്നിയത്, സ്റ്റേക്കേഷൻ പോലെ തോന്നിയില്ല. പിന്നെ അത് അവിടേക്ക് വീണ്ടും പ്രോപ്പർട്ടികൾ ബിൽഡിങ്ങൊക്കെ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത്, അതെല്ലാം സ്റ്റേക്കേഷൻ തന്നെയാണ്. പിന്നെ ഈ ഒരു തേയില നിൽക്കണുണ്ട്. ഈ തേയില വെട്ടിയിലേക്ക് ഇങ്ങനെ മരം പോലെ അങ്ങ് വലുതായിട്ട് വരും കേട്ടോ ഈ തേയില. അത് പൂക്കുകയും ചെയ്തതാണ്ട്. ആ തേയിലയുടെ പൂവ് ഇതാണ്. അങ്ങനെ തേയില പൂവും കണ്ടത് ഇത്രയും വലിയ എന്നെക്കാളും പൊക്കത്തിന് വലിയ മരം പോലെ ആയിട്ടിരിക്കുന്നത്. ഇതൊന്നും ഇനി ഉപയോഗമില്ല എന്നാണ് തോന്നണത്. അതിൻ്റെ തളിരിലയിൽ നമ്മൾ തേയിലാക്കാൻ വേണ്ടി എടുക്കുന്നത്. എന്നിട്ടും ഇപ്പോഴും നമ്മൾ വിചാരിച്ച പോലുള്ള കോട കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു സങ്കടമായിരുന്നു, ഈ കോടയൊന്നും ഇനി വരൂലേ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. അന്ന് നമ്മൾ വാഗമൺ വന്ന സമയത്ത് നമ്മൾ താമസിച്ചതിൻ്റെ അടുത്ത് അവിടെ അതിന് മതിൽ കെട്ടായിരുന്നു. അവിടെ 2 അങ്കിൾമാരുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ കോടയൊക്കെ എപ്പോഴാണ് ഇറങ്ങണേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് 5 മണി കഴിയുമെന്ന്. ആ ഒരു സമാധാനത്തിൽ ഞാൻ ഇരിക്കുകയാണ്. ചേട്ടന് കാറ് കൊണ്ടിട്ട് ശരിയായില്ലെന്ന് പറഞ്ഞ് ഒന്നും കൂടെ ഞാൻ കാറ് നേരെ ഇട്ടിട്ട് നീ ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എപ്പോൾ എന്നെ കാറ് നോക്കാൻ നിർത്തിയിട്ട് കാറ് റെഡിയാക്കിയാലും ഞാൻ എവിടെയെങ്കിലും വായി നോക്കിയായിരിക്കും നിൽക്കണത്. പിന്നെ ചേട്ടൻ്റെ നിന്ന് വഴക്ക് കിട്ടുമ്പോഴാണ് ഞാൻ നോക്കണത്. എനിക്കങ്ങനെ ഒരേപോലെ നോക്കിക്കൊണ്ട് നിൽക്കാനെന്തോ, ഞാൻ എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ വീണ്ടും കാറൊക്കെ കയറ്റിയിട്ടാണ്. ഇവിടെ ഇനി വാഗമണ്ണിൽ ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ. നമ്മളിപ്പോൾ പാമ്പ് പേടിയിലിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങോട്ടൊക്കെ നിൽക്കണമെങ്കിലും അവിടെ എങ്ങനെ പാമ്പുണ്ടോ എന്നാണ് നോക്കണത്. ഇപ്പോഴും 4 മണി ആയതേ ഉള്ളൂ. അവിടുത്തെ അന്തരീക്ഷം കണ്ടാൽ 6 മണി ആയ ഒരു പ്രതീതിയുണ്ട്.
ചെറുതായിട്ട് മഴച്ചാറ്റലും ഉണ്ട് കേട്ടോ. ഭയങ്കര രസമായിരുന്നു ഇവിടുത്തെ താമസം. അടിപൊളിയായിരുന്നു. എന്തോ ഭയങ്കര രസമായിട്ട് അങ്ങ് തോന്നി. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. രാത്രി എന്ന് പറഞ്ഞാൽ 6:15 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ ഇവിടെ അങ്ങോട്ട് നേരം ഇരുട്ട് കേട്ടോ. പിള്ളേരൊക്കെ വിചാരിക്കുന്നത്, പിള്ളേരല്ല കേശുക്കുട്ടൻ വിചാരിക്കുന്നത് നല്ല രാത്രിയായിരുന്നു. കേശുക്കുട്ടൻ 7 മണിയായപ്പോഴേ വിശക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പറയായിരുന്നു, മക്കളെ നമ്മളെ വീട്ടിനാളുടെ അവിടെ ഒന്നും ആയില്ല, അച്ഛൻ കട അടച്ചിട്ട് വരുന്ന ടൈം പോലും ആയില്ല. കേശുക്കുട്ടൻ ഇത്രയും രാത്രി ആയില്ലേ, അപ്പോൾ ഫുഡ് നമുക്ക് ഇവിടെ അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ. ഫുഡ് നമ്മൾ പറഞ്ഞാൽ അവർ കൊണ്ടുവരും. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാനൊന്നും പുറത്ത് പോകാൻ വയ്യ, ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് നമുക്കങ്ങ് റിലാക്സ് ചെയ്യണം, അല്ലാണ്ട് അലയാൻ വയ്യ എന്നുള്ള നമ്മളെ കടുത്ത തീരുമാനത്തിലായിരുന്നു. അങ്ങനെ എല്ലാവരും അപ്പോൾ ഇതാ രാത്രി ആയപ്പോഴേക്കും ഭയങ്കര തണുപ്പ് കേട്ടോ. 6 മണിയായപ്പോൾ ഭയങ്കര തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. അധികം കോടയൊന്നും ഇറങ്ങിയില്ല, പക്ഷേ ഭയങ്കര തണുപ്പ്. നമ്മൾ അന്ന് വന്നപ്പോഴേക്കും നമ്മളിങ്ങനെ സ്വെറ്ററോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചില്ല. പക്ഷേ ഇപ്പം നമുക്ക് സ്വെറ്റർ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തതുപോലെ നല്ല തണുപ്പ്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നമുക്ക് ആസ്വദിക്കാൻ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തണുപ്പാണേ. നമ്മളൊരിക്കൽ കൊടൈക്കനാൽ ഡിസംബറിലാണ് പോയത്. ആ സമയത്ത് പെട്ടുപോയി, ഉള്ളു വരെ കിടന്നിങ്ങനെ കിടി പോകുമെന്ന് പറയുമല്ലോ. അയ്യോ രാത്രി ആയപ്പോഴും അയ്യോ വീട്ടിൽ പോയാൽ മതിയെന്ന് തോന്നും, അത്ര തണുപ്പായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തണുപ്പാണ്. അന്ന് പിടിച്ച ജലദോഷമാണ് കേട്ടോ. അന്നല്ലാണ്ട് തലേദിവസമൊക്കെ ജലദോഷം തന്നെയായിരുന്നു. ജലദോഷം ഇതുവരെയും കുറഞ്ഞില്ല. അപ്പം നമ്മൾ അവിടെ നിന്നപ്പോഴാണ് തൊട്ടിപ്പുറത്ത് ഇതാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് വേറെ ഫാമിലി ഉണ്ട്, തമിഴ് ഫാമിലി. അവർ കറങ്ങാൻ പോയിട്ട് വന്നില്ല. അപ്പോൾ അവിടെ അവർക്ക് കിച്ചണും ഉണ്ട്. അപ്പോൾ പിള്ളേർ അതാണ് കാണിച്ചു തന്നത്. നമ്മൾ താമസിക്കുന്നിടത്ത് കിച്ചൺ ഇല്ലായിരുന്നു. അങ്ങനെ വാഗ ബ്രീസ് എന്നായിരുന്നു കേട്ടോ അതിൻ്റെ പേര്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല എന്തോ നമുക്കങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട്. അപ്പോൾ രാത്രിയത്തേക്ക് നമ്മൾ മന്തിയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളെല്ലാവരും ആ തണുപ്പത്ത്, ചേട്ടന് പിന്നെ തണുപ്പൊന്നുമില്ല, വേണ്ട സ്വെറ്റർ ഇടണ്ടാന്ന് വെച്ചപ്പോഴത്തേക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. മഞ്ഞ് ഉണ്ട്, എന്നാലും നമുക്കിങ്ങനെ ഭയങ്കര കോടയൊന്നും കാണാൻ പറ്റുന്ന രീതിയിലൊന്നും ഇല്ലായിരുന്നേ. കുറേ സമയം ഞാനും അമ്മയും കൂടെ അവിടെ കയറി ഇങ്ങനെ മൂടി പൊതിച്ച് കിടക്കിയിരുന്ന ആ ഷീറ്റ് നമ്മൾ കൊണ്ടുവന്നു കേട്ടോ. ആ ബ്ലാങ്കറ്റൊക്കെ ഇവിടെ ബ്ലാങ്കറ്റ് ഉണ്ട് ഒരെണ്ണം. ഇത് ദിവ്യ ചേച്ചി കേശുവിനും കൊണ്ട് കൊടുത്തതായിരുന്നു. പിള്ളേർ അവനും അനന്തകുട്ടനും കേശുവും കൂടെ മേളിലിരുന്ന് കാഴ്ചകൾ കാണായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് മേളിൽ കയറണത്. അപ്പോൾ താഴത്തേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ മേള. അപ്പോൾ നമ്മൾ പറയായിരുന്നു, പിള്ളേർ അവർ പറഞ്ഞ് അവർ മേളിലേ കിടക്കുള്ളൂ. അങ്ങനെ ഞാനും പറഞ്ഞ് അവരെ കൂടെ ഞാനും കിടക്കുള്ളൂ. അന്ന് ഭയങ്കര രസമായിരുന്നു മേള് കാണാനായിട്ടെ. ആ കാണുന്ന നേരത്തെ കണ്ട അഡ്വഞ്ചർ പാർക്കുണ്ടല്ലോ, അത് രാത്രി കാണാൻ ഭയങ്കര രസമായിരുന്നേ. നമുക്ക് ഇതിൽ വീഡിയോയിൽ എടുക്കുമ്പോഴേക്കും അത്ര ക്ലാരിറ്റി ഇല്ല, പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് കാണുന്നത്. അവിടെ എന്തോ 8 മണി വരെ എന്തോ ഉണ്ട് അഡ്വഞ്ചർ പാർക്ക്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിള്ളേർ അവിടെ കിടന്ന് ഫോണൊക്കെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇനി അടുത്ത് ഫുഡൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 7 മണി ആവണതേ ഉള്ളൂ. കണ്ടാൽ ഭയങ്കര നേരം ഇരുട്ടി ഒരു 10 മണിയുടെയൊക്കെ ഒരു പ്രതീതിയുണ്ട്. അപ്പോൾ കേശുക്കുട്ടൻ എന്താ കണ്ട സ്വെറ്ററിൽ, കേശുക്കുട്ടൻ പറഞ്ഞാൽ നമ്മൾ കോട കണ്ടില്ലല്ലോ, കോട നമുക്ക് അങ്ങ് ദൂരെ കാണാം, അല്ലാതെ നമ്മൾ അടുത്തോട്ടൊന്നും വന്നില്ല. ആ ഒരു സങ്കടത്തിലാണ് കേട്ടോ. ഈശ്വരൻ നല്ല കോട വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു. കഴിഞ്ഞതിന് അന്ന് നമ്മൾ വാഗമൺ വന്നപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ കോട ഓടി ഓടി പോണത് കാണാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 തട്ടായിട്ടാണ് നമ്മൾ താമസിച്ച സ്ഥലം. അങ്ങനെ വീട്ടിനകത്ത് കയറും, കുറച്ച് നേരം മൂടി പൊതച്ചിരിക്കും, വീണ്ടും വെളിയിലോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മളിതാ ക്യാമ്പ് ഫയറിനുള്ളതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വേണമെന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ അതിൻ്റെ ഓണറും അതിൽ നടത്തിപ്പുകാരനും എല്ലാം ആ ചേട്ടനായിരുന്നു. ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു. അങ്ങനെ ആളെപ്പോഴും കാണും അവിടെ. അപ്പോൾ നമ്മൾ അടുത്ത് ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പൊക്കെ നോക്കിയാണ് കേട്ടോ. അവിടെ അങ്ങനെ സ്പീക്കർ കൊണ്ട് വെച്ചപ്പോഴേക്ക് കേശു ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഫുൾ വൈബ് കേശുവിനായിരുന്നു. അയ്യോ ആൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ. നമ്മളാഗ്രഹം അത് തന്നെയായിരുന്നു. അപ്പോഴേക്കും മന്തി വന്നിട്ടുണ്ട്. അയ്യോ മന്തിയൊക്കെ കഴിച്ച് മടുത്തെന്ന് പറയാം. ഇഷ്ടം പോലെ ചോറായിരുന്നേ. അങ്ങനെ നമ്മൾ ഇനി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടൊക്കെയുള്ള സെറ്റപ്പായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ടൊക്കെ അവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഉള്ളത് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. എന്തൊരു എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അമ്മയ്ക്ക് നമുക്കൊന്നും അടുക്കളയിലോട്ടൊന്നും കയറണ്ടല്ലോ, അങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുക. സമയമാകുമ്പോൾ ഫുഡ് വരും, ഫുഡ് കഴിക്കണം, വീണ്ടും ചുമ്മാ കറങ്ങണം. എന്ത് രസമായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട്
അവിടുത്തെ ക്യാമ്പ് ഫയറിനുള്ളതൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം അത് കത്തിക്കാമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിയൊക്കെ പറക്കുമെന്ന് പറഞ്ഞ് അങ്ങനെതാ ഈ സമയമൊക്കെ ആയപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തണുപ്പ്. അങ്ങനെ കോട അങ്ങനെ അധികം കാണാനില്ലെങ്കിലും ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ തീയെല്ലാം കത്തിച്ച് നമ്മളങ്ങനെ അവിടെ നിൽക്കുകയാണ്. ക്യാഷുക്കുട്ടൻ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് കളഞ്ഞു കേട്ടോ. അവന് ആ ഒരു വൈബ് വേണമെന്നും പറഞ്ഞ് പിള്ളേരെല്ലാവരും അത് സ്വെറ്ററൊക്കെ മാറ്റി. എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അൺസഹിക്കബിൾ തണുപ്പായിരുന്നു. അങ്ങനെ ഇതാ കേശുവിൻ്റെ അവിടെ ഡാൻസ്. നമ്മളിങ്ങനെ ചുമ്മാ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് കറങ്ങി നടക്കാമെന്ന് ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ്. എന്തോ മാമി ആയതുകൊണ്ട് അവർ ചീത്ത പറയാതെ എൻ്റെ ഒപ്പം നടന്നെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ സമയം അവിടെ അങ്ങനെ ആയി. അത് കത്തി തീരാറായി കേട്ടാ. പിന്നെ നമ്മളെല്ലാം വീണ്ടും മേളിൽ കയറി. മേളിലിത് ഇവിടെ സിറ്റ് ഔട്ടൊക്കെ ബാൽക്കണിയൊക്കെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ അടച്ച് അനന്തവും കേശുവും കൂടെ അവിടെ കട്ടിലിൽ കിടക്കുകയാണ്. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോഴാണ് ആ നല്ല വ്യൂ ഒക്കെ ഉള്ളത്. എന്തായാലും ഇനി കിടക്കാൻ പോവുകയല്ല. 9 മണി കഴിഞ്ഞപ്പോഴേക്ക് കിടക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് രാത്രി ഇവിടെ കൂടുതൽ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടക്കാമെന്നൊക്കെയുള്ള സെറ്റപ്പിൽ താഴെ ഒരു ബെഡ് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. മേളിലൊരു 3 പേർക്ക് കിടക്കാം, താഴെ 2 പേർക്ക് കിടക്കാം. പക്ഷെ നമുക്ക് അങ്ങോട്ട് നീങ്ങുമ്പോൾ എണീച്ച് നിൽക്കാം. ഒരു എ ലൈൻ പോലെയാണല്ലോ. അങ്ങനെ കേശുക്കുട്ട അതാ ഉടുപ്പ് ഊരിക്കളഞ്ഞ് അങ്ങനെ അതാ നമ്മൾ പിന്നെ എല്ലാവരും ഉറങ്ങാനായിട്ടൊക്കെ കിടന്നിട്ടുണ്ട്. പിന്നെ രാത്രിയത്തെ വ്യൂ ഇതാണേ. രാത്രി ഒരുപാട് സമയം ഉണ്ടെങ്കിലും നേരം പെട്ടെന്ന് വെളുത്ത പോലെയായിരുന്നു. ഒരു 4 മണി കഴിഞ്ഞപ്പോഴേക്ക് കേശുക്കുട്ട എഴുന്നേറ്റ് കുത്തിയിരിക്കുകയായിരുന്നു. ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴേക്ക് നല്ലൊരു വെട്ടം വന്നു. അപ്പോഴിതാ ഭയങ്കര കോടയെന്ന് വെച്ചാൽ ഈശ്വര, ഇന്നലെ നമ്മൾ ആഗ്രഹിച്ച കോട ഇതാണല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സമയം ഇവിടെ ഈ മരമൊന്നും കുറച്ച് സമയം കാണാൻ പറ്റൂലായിരുന്നു. പിന്നെ വീണ്ടും അതങ്ങ് കാറ്റടിച്ച് പോകും പോലെയായിരുന്നു. വീണ്ടും അങ്ങ് കോട വന്നങ്ങ് മൂടായിരുന്നു. കേശു കുറച്ച് സമയം അനന്തക്കുട്ട എണീച്ചിരുന്നു കേട്ടോ. നന്ദു നല്ല ഉറക്കം. കേശുവിനാണെങ്കിൽ ഇതായിരുന്നു എൻ്റെ മോൻ ആഗ്രഹിച്ചത് കാണാനായിട്ട്. അവനങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാ നിൽക്കുന്ന മരം ഇല്ലേ, കുറച്ച് കഴിയുമ്പോൾ മരം കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കോട മൂടും. പിന്നെ വീണ്ടും നന്നായിട്ട് അങ്ങ് തെളിഞ്ഞ് വരും. അങ്ങനെ ആ സമയം തൊട്ട് കേശുക്കുട്ടനും ഉറങ്ങൂല, എന്നെയും ഉറങ്ങാൻ സമ്മതിക്കൂല. ചേട്ടൻ എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങി. നമ്മളിങ്ങനെ ആസ്വദിച്ച് ഭയങ്കര ഇതിനു വേണ്ടിയാണല്ലോ വന്നത് തന്നെ. കുറേ നേരം ഇരുന്ന് ഒരു 7 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഇതാ പല്ല് തേക്കാനായിട്ട് വന്നിട്ടുണ്ട്. 7 മണി കഴിയുമ്പോഴേക്ക് ചായ കൊണ്ടുവരാമെന്ന് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേശുക്കുട്ട ഇതിന് മുന്നേയൊക്കെ പല്ല് തേച്ച് കേട്ടോ. അപ്പം ഞാൻ പല്ല് തേക്കാനായിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. പിള്ളേരൊക്കെ എഴുന്നേറ്റ് അവിടെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ എന്തൊരു സുഖം. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കഴിയുമ്പോഴേക്ക് ചായ കൊണ്ടുവരും. ചായ കുടിച്ച് കഴിയുമ്പോഴേക്ക് ഫുഡ്. ഭയങ്കര സുഖം തന്നെ. ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ ഇവിടെ നിൽക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 7 മണി കഴിഞ്ഞപ്പോഴേക്ക് കോടയും കീടയൊക്കെ പോയി കേട്ടോ. പിന്നെ അധികം ഒന്നും കാണാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഫ്ലാസ്കിൽ ചായ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി അല്ലെങ്കിൽ പോകാനായിട്ടൊക്കെ ഒരു 12 മണിക്കായിട്ടാണ്. 12 മണി വരെ നമുക്കുണ്ട് ഇവിടെ സമയം. പക്ഷെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചേ. അങ്ങനെ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ എല്ലാവരും മാറ്റി കുളിച്ചതൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നല്ല തണുപ്പത്ത് വരുമ്പോൾ ഞാനും ചേട്ടനൊക്കെ കുളിക്കും. പക്ഷേ കുളിക്കണതാണ് ഭയങ്കര തണുപ്പത്ത് കുളിക്കണത് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ല വയ്യാത്തതുകൊണ്ട് ഞാൻ കുളിച്ചില്ല. ചേട്ടൻ എന്താ കുളിച്ചിട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് കെട്ടും പാണ്ടമൊക്കെ തിരിച്ച് പറക്കി വണ്ടിയിലോട്ട് വെക്കുകയാണ്. ഇനി നമുക്കിന്ന് ഫുള്ള് ജസ്റ്റ് നമ്മളെ വണ്ടി തന്നെയാണല്ലോ. അപ്പോൾ അവിടേക്ക് ഒന്ന് ജസ്റ്റ് എല്ലാം കറങ്ങി അങ്ങ് നേരെ തിരിച്ചിനി വീട്ടിലോട്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കേശു ചോദിക്കും ഇനി അടുത്ത് എങ്ങോട്ടാണ്. നമ്മൾ തിരിച്ച് നമ്മളെ വൃന്ദാവനത്തിലോട്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴേ പോകണമെന്നാണ് മോൻ ചോദിക്കണത്. അങ്ങനെ നേരം ഉദിച്ച് വരണതേ ഉള്ളൂ. നമ്മളെല്ലാ സാധനങ്ങളും ആദ്യമേ പിന്നെ എന്താ പറയുക, ഇറങ്ങാൻ നേരത്തൊരു വെപ്രാളമായാലും എന്തെങ്കിലുമൊക്കെ വെച്ച് മറന്നു. അതുകൊണ്ട് പതുക്കെ എല്ലാ സാധനങ്ങളും കൊണ്ട് അതിലോട്ടാക്കിയിട്ട് പയ്യെ അങ്ങ് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞതുപോലെ അത് എണീച്ച് വന്നപ്പോഴത്തേക്ക് അങ്ങനെ വലിയ കോടയൊന്നും ഇപ്പോഴില്ല. ആ വെളുപ്പിനുള്ള മഞ്ഞും കാര്യങ്ങളും തന്നെയായിരുന്നേ. അന്ന് വന്നപ്പോൾ നമ്മൾ ഈ സമയം ഒരു 9 മണിയായപ്പോഴേക്കും ഓഫ് റോഡ് പോയി. ആ ഉളുപ്പണി അങ്ങനെ എന്തൊക്കെയാണല്ലോ ആ സ്ഥലപ്പേര്. അയ്യോ, ആ ഓഫ് റോഡ് പോകുമ്പോഴാണ് കാഴ്ചകൾ ഇതിനേക്കാളും അടിപൊളി കിഡിലായിട്ടുള്ള ജോസഫ് സിനിമയുടെയും പിന്നെ ഒരു യാക്കൂബിൻ്റെ പുസ്തകമോ മറന്നു എല്ലാ പേര്. അതൊക്കെ ഇവിടെയാണല്ലോ ഷൂട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ എല്ലാ കെട്ടും പാണ്ടമൊക്കെ എടുത്ത് പോകാനായിട്ട് ഇറങ്ങിയാണ്. ഒന്നും കൂടെ നമ്മൾ ഇവിടേക്ക് ഒന്ന് പോയി നോക്കിയതാണ്.
അങ്ങനെ കേശു ഭയങ്കര സൂം ചെയ്യേക്കോണ് കേട്ടോ. അവൻ അതിൽ കൂടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ മഞ്ഞ് വരണത് കാണാമെന്നൊക്കെയാണ് കേശു പറഞ്ഞത്. തനിയെ തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് തനിയെ അതൊക്കെ ഫിറ്റ് ചെയ്ത് ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഓണറും എല്ലാം ഈ ചേട്ടനാണ്. ആൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. എന്ത് കാര്യവും നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ പോണതിന് മുമ്പേ എല്ലാവരും കൂടെ താമസിച്ച വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ പതിയെ വാഗമണ്ണിൽ നിന്ന് നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിക്കുകയാണ്. ആ ഉറക്കെഴുന്നേറ്റതിൻ്റെ ആ ക്ഷീണമൊക്കെ ഉണ്ട് മുഖത്ത്, പിന്നെ ജലദോഷവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് തിരിച്ചിവിടെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ ഇറങ്ങിയപ്പോഴേക്കും കടകളൊന്നും തുറന്നില്ല. ഇന്നലെ ഭയങ്കര റഷായിരുന്ന സ്ഥലമാണ്. ഇന്ന് അതിരാവിലെ ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ മഞ്ഞ് കുളിച്ച് നിൽക്കണ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ നമ്മളെ യാത്ര തുടരുകയാണ്. അപ്പോൾ എങ്ങോട്ടൊന്നുമില്ല, കാണുന്ന സ്ഥലത്തൂടെയൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോവാം. വാഗമണ്ണിൻ്റെ ഉള്ളിലോട്ടൊക്കെ അങ്ങ് പോകാമെന്ന് വെച്ച് നമ്മൾ ഇറങ്ങിയിട്ട് മൊട്ടക്കുന്ന് ലക്ഷ്യമാക്കിയാണ് പോണത്. മൊട്ടക്കുന്നിൽ ഇറങ്ങണ്ട, അതുവഴി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴേക്കും അയ്യോ എന്തോ ഒരു രസമാണെന്ന് പറയണേ. മഞ്ഞില്ല കേട്ടോ, മഞ്ഞ് വന്നില്ല. നമുക്ക് ഈ തേയിലത്തോട്ടവും മഞ്ഞും കൂടെ വേണം. അപ്പം നമ്മൾ വന്ന് തങ്ങൾപ്പാറയുടെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സൂയിസൈഡ് പോയിൻ്റ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് എടുത്ത് ചാടാൻ തോന്നും. അത്ര ഭംഗിയാണല്ലോ. ഈശ്വര, ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രകൃതി ഇങ്ങനെ ഭയങ്കര സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളവിടെയൊക്കെ വന്നാലോ നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റും. പിന്നെ അവിടെ താഴെ കുഴിയാണെങ്കിലും അങ്ങനെ ഭയങ്കര കുഴി അങ്ങനെയല്ല, തട്ടായിട്ടുണ്ട്. നമ്മൾ വീണാലും അവിടെ കിടന്നോളും. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും ആണല്ലോ പ്രധാനം. ഇവിടെയൊക്കെ പോയാൽ അതിങ്ങനെ ഫോട്ടോയും വീഡിയോയും എടുത്ത് 10 പേരെ അറിയിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടല്ലേ. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി നിൽക്കുകയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. കേശു അവൻ്റെ സേഫ്റ്റി നോക്കിയേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടൊരു സമാധാനമാണ്. ഈ എടുത്ത് ചാടൊക്കെ ഇല്ല കേട്ടോ കേശുവിന്. അങ്ങനെ അവിടെ ഒന്ന് നോക്കി ഭയങ്കര രസമെന്ന് വെച്ചാൽ ഭയങ്കര രസം. അങ്ങനെ ഇപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാനായിരുന്നു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ അനന്തു ഇല്ലാത്തതുണ്ട്. ഇപ്പം ഞാൻ ക്യാമറ അനന്തുവിലോട്ട് കൈമാറിയിട്ടുണ്ട്. അതാണ് അനന്തുവിനെ കാണാത്തത്. ട്രൈപോഡൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സമയം അതിൻ്റെ ബ്യൂട്ടിയൊക്കെ നോക്കി അവിടെ തന്നെ അങ്ങ് നിന്നേ. അപ്പോഴുണ്ടേട്ടാ അതാ അടുത്ത മഴ വരണം. ഈ ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഭയങ്കര മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ചാറ്റൽ മഴ കഴിയുമ്പോൾ കോട ഇറങ്ങുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഓടിതാ കാറിൽ കയറി. അപ്പോൾ ഇത് മഴയാണോ മഞ്ഞ് പൊഴിയണതാണെന്നൊന്നും അറിയാൻ വയ്യ. എന്നിട്ട് ആ നേരെ ഓപ്പോസിറ്റായിരുന്നു തങ്ങൾപ്പാറ. അപ്പം നമ്മൾ തങ്ങൾപ്പാറയൊന്നും കയറാൻ നിന്നില്ല, നേരെ അങ്ങോട്ട് പോയി അവിടെയൊക്കെ എന്തുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകും തോറും എന്ത് ഭയങ്കര ഹിഡൻ സ്പോട്ടുകളൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് ആ മൊട്ടക്കുന്നിലൊന്നും കയറേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് സൂപ്പറായിട്ട് കയറാൻ പറ്റുന്ന നല്ല നല്ല സ്പോട്ടുണ്ട്. നമ്മൾ ഈ പറയും പോലെ ട്രാവലറൊക്കെ പിടിച്ച് പോകുമ്പോഴുണ്ടല്ലോ, അവർ പറയുന്ന സ്ഥലത്തോട്ട് മാത്രമേ അവർ നമ്മളെ കൊണ്ടുപോകുള്ളൂ. ഇങ്ങനെയുള്ള സ്പോട്ടിലോട്ടൊന്നും അവർ കൊണ്ടുപോകില്ല കേട്ടോ. നമ്മളിങ്ങനെ പറയണം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ പോലും അവർ കൊണ്ടുപോകില്ല. അങ്ങനെ അവിടെ നിന്നൊക്കെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് രാവിലെ ഇനി ഫുഡ് കഴിക്കണമല്ലോ. ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞ്. അപ്പോൾ തിരിച്ച് വരണ വഴിക്ക് അവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പോഴേക്ക് അവിടെ കയറിയതാണ് ആഹാരം കഴിക്കാനായിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കുക. അപ്പോൾ കേശുവിന് രാവിലെ ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു, കേശു നേരം വെളുത്തുടനെ ചിക്കനൊന്നും കിട്ടൂല. അപ്പോൾ അവിടെ അപ്പവും ഗ്രീൻ പീസ് കറിയും ഉണ്ട്, അപ്പവും മുട്ടക്കറിയും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പവും മുട്ടക്കറിയും അപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് ഓർഡർ ചെയ്തത്. നല്ല പഞ്ഞി പോലത്തെ അപ്പമായിരുന്നു കേട്ടോ. ചേട്ടൻ പറയും ഇങ്ങനെ വേണം അപ്പം ഉണ്ടാക്കാനായിട്ട്, നമ്മളുണ്ടാക്കണത് കൊള്ളൂലെന്നാണ് ചേട്ടൻ എപ്പോഴും പറയണത്. നല്ല അപ്പവുമായിരുന്നു, നല്ല കറിയായിരുന്നു കേട്ടോ, നല്ല മുട്ടക്കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പം അവിടെ തന്നെ അവർക്ക് ഹോട്ടലുണ്ട്, തൊട്ട് ചേർന്ന് തന്നെ ഈ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന കടയുണ്ടേ. അങ്ങനെ നമ്മളൊന്നും വാങ്ങിച്ചില്ലായിരുന്നു, തേയിലയും ഒന്നും വാങ്ങിയില്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് തേയില വാങ്ങാനായിട്ട് നമ്മളപ്പോൾ കുറേ വെറൈറ്റി തേയിലകളൊക്കെ കാണിക്കുമല്ലോ. അങ്ങനെ നോക്കി
തേയിലേക്ക് എടുത്തുകൊണ്ട് നിന്നപ്പോഴുണ്ടടാ അതാ വരണുണ്ട് കോട. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇങ്ങനെ നമ്മളെ കണ്ണു മുമ്പിൽ കൂടെ ഓടിപ്പോണമല്ലോ, അതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോഴുണ്ട് ഇത്രയും ഇന്നലെ മൊത്തം നോക്കിയിട്ടും കിട്ടാത്തതായിരുന്നു. അങ്ങനെ കേശു അനന്തവും കൂടെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു ഇതുപോലൊരു മല പോലെ ഉണ്ടായിരുന്നു, അവിടെ കയറി നിൽക്കുകയാണ് കേട്ടോ കോട കാണാൻ വേണ്ടി. പിന്നെ അങ്ങോട്ടൊരു മേളം തന്നെയായിരുന്നു. ഈശ്വരോ, കുന്നും പൊയ്കയും പാൽനിലാവിൻ ശയ്യയിൽ മയങ്ങും വേളയിൽ. പയ്യന്മാരൊക്കെ എൻജോയ് ചെയ്യണത് കേട്ടോ. അങ്ങോട്ട് പോകും തോറും കണ്ണ് കാണാൻ പോയ. ഞാൻ പറയുന്നുണ്ട് ചേട്ടാ വണ്ടി എവിടെയെങ്കിലും ഒതുക്കാം, ഈ കോടയിൽ നമുക്ക് ഒന്നാമത് നമ്മൾ ഈ ദേശക്കാരല്ല. അങ്ങനെ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഒതുക്കി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴുണ്ടല്ലോ എൻ്റെ പൊന്നോ എന്ത് രസമായിരുന്നെന്ന് വെച്ചാൽ പറയണ്ട കേട്ടോ. ഭയങ്കര വൈബായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. അയ്യോ എന്ത് രസമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ നിന്നിടാ. അവിടെ കാറ് കിടക്കിയിരുന്നു. നമ്മളെ കാറ് അമ്മ ഇറങ്ങിയില്ല. ഇപ്പോഴത്തെ നമ്മളെ കാറ് കാണാനില്ലാതെ മൂടിപ്പോയി. അവിടെ ഒരു തേയിലത്തോട്ടവും ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഇങ്ങനെ മഞ്ഞ് അരിച്ചരിച്ചരിച്ചിറങ്ങി വരെയിരുന്നു. കേശുക്കുട്ടനായിരുന്നെങ്കിൽ അവിടെ കിടന്ന് കൂവലും വീളിയും ഭയങ്കര രസമായിരുന്നു കേട്ടാ. കണ്ട വണ്ടികളൊക്കെ എല്ലാം ലൈറ്റൊക്കെ ഇട്ടാണ് പോണത്. ഒന്നും കാണാൻ വയ്യ, ഒരു വക കാണാൻ വയ്യാതെ മഞ്ഞ് മൂടിപ്പോയി. ഇന്നലെ മൊത്തം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഇതായിരുന്നു. നമ്മൾ ഇന്നലെ ഇങ്ങോട്ടൊക്കെ പോയപ്പോഴത്തേക്കും ഒരു മഞ്ഞുമില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങോട്ട് ടൂർ വരണവരൊക്കെ ഭയങ്കര ബഹളത്തോടെയാണ് പോണത് കേട്ടോ. അടിച്ച് പൊളിച്ച് അത്ര മഞ്ഞല്ലേ. എന്തോ ഒരു മായാജാലമുണ്ട് ഈ സ്ഥലത്തിനൊക്കെ. നമ്മൾ പോകും തോറും വീണ്ടും അതിങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുമല്ലോ, അതുപോലെയായിരുന്നു. നമ്മളെ കാർ ഇങ്ങനെ മങ്ങിയ വെട്ടത്തിൽ കാണുന്നത് കണ്ട. കാറൊന്നും കാണാൻ വയ്യ, അത്രയ്ക്കും കോട കൊണ്ട് മൂടിപ്പോയി. വണ്ടികളൊക്കെ വരണത് നോക്കിയാണ്. ഇത് കാണുമ്പോഴേ എനിക്കിപ്പോഴും ഒരു തണുപ്പ് പറഞ്ഞു. നല്ല തണുപ്പുമായിരുന്നു. പക്ഷേ ഈ കോടയ്ക്ക് അങ്ങനെ തണുപ്പ് കാണൂല എന്ന് പറയുമല്ലോ, എന്തോ നല്ല തണുപ്പുണ്ടായിരുന്നു. ഭയങ്കര കോടയെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് ഇന്നാണ് ദൈവം നടത്തി തന്നത്. കുറേ സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടും മഞ്ഞൊന്നും ഈ കോടയൊന്നും മാറണില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായിരുന്നാലും യാത്ര തുടരാമെന്ന് പറഞ്ഞിട്ട് ആ വീടൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര കൊതി പോലെ. ആ വീട്ടുകാർക്കൊക്കെ ഇന്നും ഇങ്ങനെ കോടയൊക്കെ കണ്ടിരിക്കുകയല്ലോ. പിന്നെ ഈ പറയും പോലെ എല്ലാ ദിവസവും ആകുമ്പോൾ അവർക്കതൊന്നും തോന്നൂല, അവരുടെ സ്ഥിരം കാഴ്ചയാണ്. നമുക്കല്ലേ ഇതൊക്കെ ഭയങ്കര പ്രത്യേകത. അപ്പോൾ കേശുക്കുട്ടൻ പറയാനുണ്ട്, നമുക്കിവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ച് അങ്ങ് വീട് വെച്ചാലോ, എങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നിപ്പോയി കേട്ടോ. അതാ കണ്ട മരമൊന്നും കാണാൻ പോയി, അവിടെയൊക്കെ വീടുണ്ട്, അതൊന്നും കാണാൻ വയ്യാത്ത രീതിയിലുള്ള കോടയായിരുന്നു. എന്തായിരുന്നാലും ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഫുഡിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ആഹാരമൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കാനും പറ്റി. അതുപോലെ തന്നെ ആർക്കും വേറെ ഒരു ക്ഷീണമോ കാര്യങ്ങളോ നമ്മളങ്ങനെ ടയേർഡോ ഒന്നും ആയില്ല. നന്നായിട്ട് റിലാക്സ് ചെയ്ത് ഇനി എവിടെ ടൂർ പോയാലും ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ഇപ്പോഴത്തെ ഒരു തോന്നൽ. അങ്ങനെ കോടയൊക്കെ കണ്ട് കോട തീരണില്ല. ഇതേ കാണുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും അങ്ങ് റൂം എടുത്ത് നിന്നാലോ എന്ന് തോന്നി പോവുകയാണ് കേട്ടോ. അത്ര കോട. ഞായറാഴ്ചയാണ് നമ്മൾ തിരിക്കണത്. നമ്മളിവിടെ നിന്ന് ശനിയാഴ്ച രാവിലെയാണ് പോയത്. ശനിയാഴ്ച രാവിലെ പോയിട്ട് ഞായറാഴ്ച രാവിലെ നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. നല്ലൊരു ട്രിപ്പും കുറേ നല്ല ഓർമ്മകളുമായിട്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ ഇറങ്ങിയില്ലല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും ആ വെള്ളച്ചാട്ടം കണ്ട് അവിടെ ഇറങ്ങി. ഭയങ്കര വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ല. നമ്മളീ ഈ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നൊരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് ആൾക്കാരെല്ലാം അവിടെ ഇറങ്ങുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നല്ല മഴയൊക്കെ ആകുമ്പോഴേക്ക് ചിലപ്പം കുത്തി ഒലിക്കുമായിരിക്കും. ഇപ്പം അങ്ങനെ പറയത്തക്ക ഭയങ്കര വെള്ളച്ചാട്ടമൊന്നും അല്ല. അങ്ങനെ അവിടെ നിന്ന് ഈ മാങ്ങയും പൈനാപ്പിളൊന്നും കണ്ടാൽ നമ്മൾ വിടേണ്ട പ്രശ്നമില്ലല്ലോ. അങ്ങനെ അതുമൊക്കെ വാങ്ങിച്ച് തിന്നു. അവിടെ നിന്ന് ഇപ്പോഴും നല്ല കോട വരണുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ള കോടയൊക്കെ വരണുണ്ട്.
അപ്പോൾ നല്ല കുറേ ഓർമ്മകളുമായിട്ട് നമ്മൾ വാഗമണ്ണിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. ഇനി അങ്ങോട്ട് അങ്ങോട്ട് കുറച്ച് നമുക്ക് അവിടെ നമ്മൾ ഇറങ്ങി 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 വരികയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്താ പറയാനായിട്ട് ഭയങ്കര രസമായിരുന്നേ. മൂന്നാറ് പോണേക്കാളും എനിക്ക് തോന്നുന്നത് വാഗമൺ പോയാൽ കുറച്ചുകൂടെ വൈബാണെന്ന്. നമുക്ക് കുറച്ചും കൂടെ മൂന്നാറിൻ്റെ അത്ര ഉള്ള റഷ് ഇല്ല. മൂന്നാർ ഭയങ്കര റഷാണല്ലോ. ഇവിടെ അത്രയ്ക്കൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.